ഈ നേരത്തെ നമ്മൾ ഈ ക്രിക്കറ്റിനെ കുറിച്ച് പറഞ്ഞുകൊണ്ടിരുന്നപ്പോൾ മുതലേ ഗൗതമിന്റെ ഒരു പരാതി രാഹുൽ ദ്രാവിഡിനെ കുറിച്ച് നമ്മളൊന്നും പറഞ്ഞില്ല എന്നുള്ളതാണ്. എന്തായാലും ഗൗതമിൽ നിന്ന് തന്നെ അതാവട്ടെ. അത് തന്നെയാണ്. അതായത് കാര്യമായിട്ട് ആരും ശ്രദ്ധിക്കാതെ പോകുന്നൊരു വിഷയമാണ്. അതായത് രാഹുൽ ദ്രാവിഡ് നമുക്കറിയാം, അദ്ദേഹത്തെ പറ്റി പ്രത്യേകിച്ച് ഈ അദ്ദേഹത്തിന്റെ കരിയറിനെ പറ്റി പ്രത്യേകിച്ച് വിവരിക്കേണ്ടതില്ല. നമ്മുടെ വൻമതിൽ എന്ന് വിശേഷിപ്പിക്കപ്പെട്ടിട്ടുള്ള ആളാണ്. മാത്രമല്ല പല നിർണായക മത്സരങ്ങളിലും ഭാരതത്തെ കൈപിടിച്ച് വിജയിപ്പിച്ചിട്ടുള്ള ഒരു വ്യക്തിയാണ്. പക്ഷെ അദ്ദേഹത്തിന് മറ്റൊരു റെക്കോർഡ് കൂടി ഇന്നലെ ഉണ്ട്. അതായത് നമ്മൾ ആദ്യമായിട്ടാണ് ഒരു ഇന്ത്യൻ ഹെഡ് കോച്ചിന് കീഴിൽ ഒരു ICC ട്രോഫി നേടുന്നത്. ഉദാഹരണത്തിന് ഇപ്പോൾ 1983 നമ്മൾ ആദ്യത്തെ വേൾഡ് കപ്പ് നേടുന്ന സമയത്ത് അന്ന് നമുക്ക് കോച്ച് എന്ന് പറയാൻ പറ്റത്തില്ല. അന്ന് ടീം മാനേജറായിട്ട് ഒരു PR മാൻസിംഗ് ആയിരുന്നു ഉണ്ടായിരുന്നത്. അദ്ദേഹം കോച്ചായിരുന്നില്ല, ശരിക്കും ടീമിന്റെ മാനേജറായിരുന്നു. അതിനുശേഷം പിന്നീട് നമുക്ക് നിർണായകമായ ഒരു ട്രോഫി നമ്മൾ നേടുന്നത് 2002 ICC ചാമ്പ്യൻസ് ട്രോഫിയാണ്. ICC ചാമ്പ്യൻസ് ട്രോഫി 2002 നമ്മളും ശ്രീലങ്കയും കൂടെ പങ്കിട്ടെടുക്കുക. കാരണം അന്ന് മഴ പെയ്തത് കൊണ്ട് ആ ചാമ്പ്യൻസ് ട്രോഫിയുടെ മത്സരം പൂർത്തീകരിക്കാൻ സാധിച്ചിരുന്നില്ല. അന്ന് നമ്മുടെ കോച്ച് ഇദ്ദേഹമാണ്, ജോൺ റൈറ്റ് ആണ്. അദ്ദേഹം ന്യൂസിലൻഡിൽ നിന്നുള്ള വിദേശ കോച്ചാണ്. പക്ഷെ നല്ലൊരു കോച്ചായിരുന്നു. ഭാരതത്തിന്റെ ടീമിനെ മോൾഡ് ചെയ്തെടുക്കുന്നതിൽ വളരെ പ്രാധാന്യമുള്ളൊരു കോച്ചായിരുന്നു. പിന്നീട് 2007 നമ്മൾ T20 വേൾഡ് കപ്പ് നേടുമ്പോഴും നമുക്ക് കോച്ച് ശരിക്കും പറഞ്ഞാൽ ഉണ്ടായിരുന്നില്ല. ലാൽചന്ദ് രജ്പുത്ത് എന്ന ഒരു ടീം മാനേജർ തന്നെ. അദ്ദേഹം ശരിക്കും ക്രിക്കറ്റ് കോച്ചാണ്. പക്ഷേ അദ്ദേഹം ഒരു ഹെഡ് കോച്ച് എന്ന നിലയിൽ BCCI അപ്പോയിന്റ് ചെയ്തതല്ല. താൽക്കാലികമായി ഈ ടീമിനെ ഒന്ന് മാനേജ് ചെയ്യുന്നതിന് വേണ്ടിയാണ് ഈ ലാൽചന്ദ് രജ്പുത്തിനെ അന്ന് സൗത്ത് ആഫ്രിക്കയിലേക്ക് അയച്ചത്. പിന്നീട് 2011 നമ്മൾ ICC വേൾഡ് കപ്പ് ഏകദിന വേൾഡ് കപ്പ് നേടുന്ന ഘട്ടത്തിൽ ധോണിയുടെ നേതൃത്വത്തിൽ നേടുമ്പോഴും നമ്മുടെ ഇതൊരു വിദേശ കോച്ചാണ്, ഗാരി കൃഷ്ണനാണ്. അദ്ദേഹം ഒരു ഗംഭീര കോച്ചായിരുന്നു. അദ്ദേഹത്തിന്റെ നേതൃത്വത്തിലാണ് 2011 നമ്മൾ ICC വേൾഡ് കപ്പ് നേടുന്നത്. 2013 ഗൗതം. അതെ 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 ഗാരി കൃഷ്ണൻ ഇപ്പൊ പാകിസ്ഥാന്റെ കോച്ചാണ്. അദ്ദേഹം ഭയങ്കര തലവേദനയല്ല. പാകിസ്ഥാൻ ടീമിന്റെ കോച്ചായി സ്ഥാനം എടുത്ത ശേഷം അദ്ദേഹം പറയുന്നത് ഇത് എന്തൊരു ടീമാണ്, ഒരു സംവിധാനം ഇല്ലാത്തൊരു ടീമാണല്ലോ എന്നൊക്കെ പറഞ്ഞ് അദ്ദേഹം അവിടെ പാകിസ്ഥാനിൽ കിടന്ന് ആകെ വെള്ളം കുടിക്കുക. പക്ഷെ പറഞ്ഞു വന്നത് 2013 നമ്മൾ ICC ചാമ്പ്യൻസ് ട്രോഫി നേടുമ്പോൾ സിംബാബ്വെ സ്വദേശിയായിട്ടുള്ള ഫ്ലച്ചർ ആയിരുന്നു നമ്മുടെ കോച്ച്. അപ്പൊ അങ്ങനെ നോക്കുമ്പം 6 ICC ട്രോഫികൾ നമ്മൾ ഇതിനകം നേടിക്കഴിഞ്ഞു. പക്ഷേ 3 സമയത്ത് വിദേശ കോച്ചുകളായിരുന്നു, 2 സമയത്ത് നമുക്ക് പെർമനന്റ് ഹെഡ് കോച്ച് ഉണ്ടായിരുന്നില്ല. അങ്ങനെ വരുമ്പം ആദ്യമായി ഒരു ഭാരതീയനായ കോച്ചിന് കീഴിൽ നമ്മൾ വേൾഡ് കപ്പ് നേടുകയാണ്. അത് നമ്മൾ എടുത്തു പറയേണ്ട ഒരു കാര്യമാണ്. കാരണം മുൻപ് വേൾഡ് കപ്പ് നേടിയപ്പോൾ വിദേശികളായിരുന്നു കോച്ച്, പിന്നെ ICC ചാമ്പ്യൻസ് ട്രോഫി നേടിയപ്പോഴും വിദേശികളായിരുന്നു. 2 തവണ നമ്മൾ വേൾഡ് കപ്പ് ഉയർത്തിയപ്പോൾ നമുക്ക് ടീം മാനേജർമാരെ ഉണ്ടായിരുന്നുള്ളൂ. ഇതിപ്പോ രാഹുൽ ദ്രാവിഡ് എന്ന് പറയുന്ന ഒരു ഭാരതീയന്റെ കീഴിൽ നമ്മൾ ആദ്യമായിട്ട് ഒരു വേൾഡ് കപ്പ് ഉയർത്തുന്നു. വലിയ അഭിമാനം, വലിയ പ്രത്യേകതകളുള്ള വിജയം എന്ന് തന്നെ പറയാം.